വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ചിക്കൻ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൊടിയില്ലേ, അതുകൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാം. ഇനിയിപ്പോൾ ഞാനൊരു ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ലോഡഡ് ഫ്രൈസ്. ഒരു വട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ആ ട്രിപ്പ് പൊരിച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു മയോനൈസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ മയോനൈസ് അടിക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് മുളക് പൊടിയില്ലേ, അതൊരു കളറിന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വൈറ്റ് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം പാലൊഴിക്കുക, പിന്നെ ചീസില്ലേ അതുകൂടെ ഇട്ട് കൊടുക്കുക. ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആയിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടില്ല മയോനൈസ്, കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള അത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി വെച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ വൈറ്റ് സോസ് ഇല്ലേ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.